ഷാർജയിൽ മരിച്ച കൊല്ലം സ്വദേശി വിപഞ്ചികയുടെ മകൾ വൈഭവിയുടെ മൃതദേഹം സംസ്കരിച്ചു. ദുബായ് ന്യൂ സോനാപൂരിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ. വിവരങ്ങളുമായി ഷിൻസ് സെബാസ്റ്റ്യൻ ചേരുകയാണ്. ഷിൻസ്, കുഞ്ഞിൻ്റെ മൃതദേഹം അവിടെ തന്നെ സംസ്കരിക്കാനുള്ള ഒരു തീരുമാനം ഇന്നലെ ഉണ്ടായിരുന്നു. അതുപ്രകാരമാണ് ഇപ്പോൾ വിപഞ്ചികയുടെ മകൾ വൈഭവിയുടെ മൃതദേഹം സംസ്കരിച്ചിരിക്കുന്നത്. ചടങ്ങിന്റെ മറ്റു വിവരങ്ങൾ കൂടി. നീണ്ട അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ വിപഞ്ചികയുടെ മകൾ വൈഭവിയുടെ മൃതദേഹം ഇപ്പോൾ ദുബായിൽ തന്നെ സംസ്കരിച്ചിരിക്കുകയാണ്. ദുബായ് ന്യൂ സോനാപൂരിലെ ശ്മശാനത്തിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ. വിപഞ്ചിയുടെ ഭർത്താവ് നിതീഷ്, അമ്മ ശൈലജ, സഹോദരൻ അടക്കമുള്ള ബന്ധുമിത്രാക്കൾ അടക്കമുള്ളവർ എല്ലാവരും തന്നെ ചടങ്ങിൽ പങ്കെടുത്തു. അതിവൈകാരികമായ നിമിഷങ്ങൾക്കാണ് കുറച്ചു നേരം മുമ്പ് തന്നെ ന്യൂ സോനാപൂരിലെ ശ്മശാനത്ത് സാക്ഷ്യം വഹിച്ചത്. വിപഞ്ചികയുടെ കുടുംബത്തിന്റെ ആവശ്യപ്രകാരം നാട്ടിലേക്ക് വൈഭവിയുടെ മൃതദേഹം കൊണ്ടുപോകണമെന്നായിരുന്നു. എന്നാൽ വിപഞ്ചിയുടെ ഭർത്താവ് നിതീഷിന്റെ ആവശ്യപ്രകാരമാണ് വൈഭവിയുടെ സംസ്കാരം ദുബായിൽ തന്നെ നടത്തുന്നത്. അതോടൊപ്പം തന്നെ നിരവധി മധ്യസ്ഥ ശ്രമങ്ങൾ രണ്ടുപേരുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. എന്നാൽ ഭർത്താവ് ഇതേ ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ദുബായിൽ തന്നെ സംസ്കാര ചടങ്ങുകൾ നടത്തിയത്. അപ്പോൾ മാതാവ് ശൈലജ ഇതിനു വേണ്ടി നാട്ടിൽ നിന്നെത്തിയിരുന്നു. അതോടൊപ്പം തന്നെ വിപഞ്ചിയുടെ സഹോദരനും കാനഡയിൽ നിന്ന് വിപഞ്ചികയുടെയും വൈഭവിയുടെയും മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനായി എത്തിയിരുന്നു. എന്നാൽ ഭർത്താവിന്റെ ആവശ്യപ്രകാരം, അതായത് UAE നിയമം അനുസരിച്ച് മരിച്ച കുട്ടിയുടെ മാതാപിതാക്കൾക്കാണ് തീരുമാനമെടുക്കാനുള്ള അവകാശമുള്ളത്. അത് ഉപയോഗപ്പെടുത്തി വിപഞ്ചിയുടെ ഭർത്താവ് ഇവിടെ തന്നെ സംസ്കാരം നടത്തുകയായിരുന്നു. ഇനി വിപഞ്ചികയുടെ മൃതദേഹം തിങ്കളാഴ്ചയോടെ നാട്ടിലെത്തിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സുരേഷ്, ഷിൻസ് സെബാസ്റ്റ്യനാണ് വിശദാംശങ്ങൾ നൽകിയത്.